ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ച യു.ഡി.എഫ് നടപടി പ്രതിഷേധാർഹമാണെന്ന് ഇടതുപക്ഷ മുന്നണി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനറും സിപിഎം ഏരിയ കമ്മിറ്റി അംഗവുമായ എം.ബി. പ്രവീൺ പറഞ്ഞു. ചൂണ്ടൽ പഞ്ചായത്തിന്റെ ചരിത്രത്തിലാദ്യമായി പട്ടികജാതി വനിതാ പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്ന ചടങ്ങ് ബഹിഷ്കരിച്ച യു.ഡി.എഫ് നിലപാടിൽ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും പ്രതിഷേധിക്കണം. ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം പട്ടികജാതി വനിതയ്ക്കാണ് സംവരണം ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിന്റെ എല്ലാ നുണപ്രചരണങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മൂന്നാം തവണയും വമ്പിച്ച ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തുകയായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ സിനിപ്രസാദിനെയാണ് പഞ്ചായത്ത് പ്രസിഡന്റായി എതിരില്ലാതെ തെരഞ്ഞെടുത്തത്. ശനിയാഴ്ച രാവിലെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ആരംഭിച്ച ഉടൻ തന്നെ രജിസ്റ്ററിൽ ഒപ്പുവെച്ച യു.ഡി.എഫ് അംഗങ്ങൾ കാരണമൊന്നും അറിയിക്കാതെ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണുണ്ടായത്. പട്ടികജാതി വനിത പഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്നതിലുള്ള അസഹിഷ്ണുതയാണ് യു.ഡി.എഫിന്റെ നിലപാടിൽ പ്രകടമാകുന്നത് എന്നും പ്രവീൺ പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പല വാർഡുകളിലും ബി.ജെ.പിയുമായി ധാരണയുണ്ടാക്കിയിട്ടും നാണം കെട്ട പരാജയമാണ് യു.ഡി.എഫിന് നേരിടേണ്ടി വന്നത്. ഇനി ഒരു കാലത്തും ചൂണ്ടൽ പഞ്ചായത്ത് ഭരണത്തിലേക്ക് തിരിച്ചുവരാൻ കഴിയാത്ത വിധം തകർന്നടിഞ്ഞ യു.ഡി.എഫിന്റെ ഏറ്റവും നികൃഷ്ടമായ ദളിത് വിരുദ്ധ മുഖമാണ് ബഹിഷ്കരണ പ്രക്രിയയിലൂടെ പുറത്തുവന്നത്. യു.ഡി.എഫിന്റെ ജനാധിപത്യ വിരുദ്ധ നിലപാടിൽ പ്രതിഷേധിക്കാൻ മുഴുവൻ ബഹുജനങ്ങളും രംഗത്ത് വരണമെന്നും എം.ബി. പ്രവീൺ വ്യക്തമാക്കി. ഇവിടെ തെരഞ്ഞെടുപ്പ് ജനാധിപത്യ വിശ്വാസികളെല്ലാം തന്നെ തെരഞ്ഞെടുപ്പിലൂടെ വിജയിച്ച അംഗങ്ങളുടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ യു.ഡി.എഫ് ഒരു കാരണവുമില്ലാതെ ആ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്ന സാഹചര്യമുണ്ടായി. ഇത് മനസ്സിലാക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിനകത്ത് ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റായ ഒരു വനിത പട്ടികജാതി അംഗം ഇവിടെ പ്രസിഡന്റാകുന്നു എന്നതിൻ്റെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇറങ്ങിപ്പോയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത്തരം ജനാധിപത്യ വിരുദ്ധമായ നിലപാടെടുത്തുകൊണ്ട് യു.ഡി.എഫ് ഇറങ്ങിപ്പോയ ഈ നിലപാടിനെതിരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വലിയ പ്രതിഷേധം അറിയിക്കുകയാണ്. മുഴുവൻ ജനാധിപത്യ വിശ്വാസങ്ങൾ ഇതിൽ പ്രതിഷേധിക്കുമെന്ന് അറിയിക്കുന്നു.